ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പേരുകാരി വ്ലോഗിലേക്ക് സ്വാഗതം. എന്തായി കാട്ടുന്നതെന്നാ? ചിക്കനൊക്കെ എടുത്ത് കാണിച്ച് എന്താ ചെയ്യുന്നതെന്നാ? അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, ഓൾ ഒന്ന് ഓപ്ഷനാക്കി വെക്കുകയും ചെയ്യണം. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നലെ രാത്രി കൊണ്ടുവന്ന ചിക്കൻ ഫ്രൈ ആണേ. അപ്പോൾ അതിനെ ഒന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ച്, അതങ്ങ് ചിക്കൻ കറിയാക്കാമെന്ന് വിചാരിച്ച് കേട്ടോ. അപ്പോൾ അതാണ് രാവിലെ ചെയ്യുന്നത്. അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി ഉണ്ടാക്കും. അപ്പം അതങ്ങ് ചിക്കൻ കറിയാക്കാമെന്ന് വിചാരിച്ച് കേട്ടോ. രാത്രി കൊണ്ടുവന്നപ്പോഴേ ചിക്കൻ ഫ്രൈ അവർ കഴിച്ചായിരുന്നു. പിന്നെ ബാലൻസ് വന്നതാണേ. പിന്നെയും ചിക്കൻ ഫ്രൈ വേണ്ട എന്ന് പറഞ്ഞ കാരണം ഞാൻ അത് ചിക്കൻ കറിയാക്കാമെന്ന് വെച്ചത് കേട്ടോ. അതിന് ഞാൻ സവാളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുക. ഈ ഇടികല്ലേ അത് നല്ലൊരു പിന്നെ നമുക്ക് സഹായമാണ്. ഈ ഇടികല്ലെന്ന് പറയുന്ന സാധനം നമുക്ക് പെട്ടെന്നെല്ലാം ഇടിച്ചെടുക്കാനും. ഇപ്പോൾ ഈ അരകല്ലൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളവർക്കേ ഇച്ചിരി സാധനമൊക്കെ ഒന്ന് ഇടിച്ചെടുക്കാൻ വേണ്ടി നല്ല ഉപകാരമാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് ചതച്ചെടുക്കുവാണ് കേട്ടോ. ഇനി പിന്നെ ഇത് കറക്റ്റ് ആവുമോയെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നന്നായിട്ട് ഞാൻ ഇതിന് കറി നമ്മൾ ചിക്കൻ കറി വെക്കുന്ന കണക്ക് തന്നെ ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ അതിനായിട്ടേ ഒരു പിന്നെ സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കറിനകത്താണ് ഞാൻ വെക്കുന്നത്. ഒത്തിരി നേരം ഒന്നും വാട്ടിക്കൊണ്ടിരിക്കാൻ സമയമില്ല കേട്ടോ. ഇച്ചിരി ഒന്ന് പൊലന്നിട്ടാണ് എണീറ്റത്. 6 മണിയാവാറായി കേട്ടോ. അപ്പോഴേ എണ്ണ ഒഴിച്ച് കടുവിട്ട് പിന്നെ 2 വറ്റൽമുളകിട്ട് ഇച്ചിരി കറിവേപ്പിലയിട്ട്, ഇനിയാണെങ്കിൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലേ അതൊന്നിട്ട് അതൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അതിൻ്റെ പച്ച ചുവ മാറുമ്പോൾ നമുക്ക് സവാളയും ഇട്ട് വഴറ്റുമ്പോഴാണെങ്കിലേ പിന്നെ അങ്ങ് ഒത്തിരി വഴണ്ടിയൊന്നും വേണ്ട. കുക്കറിൽ വെക്കുന്ന കാരണേ ഒരിത്തിരി വെള്ളമോട് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഒരു വിസിലേൽപ്പിക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉള്ളിയെല്ലാം വാടി കിട്ടും. എളുപ്പപ്പണിയാണ്. നമ്മൾ ഉള്ളിക്കറി വെക്കുമ്പോഴും ഞാൻ ഇങ്ങനെ കുക്കറിനകത്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അത് കുക്കർ വിസിൽ ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി ഞാൻ കൊഞ്ച് കറിയാണ് ഇന്ന് പിന്നെ ഉച്ചയൂണിന് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതും വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടല്ലേ അതിട്ട് കൊടുക്കാം ആദ്യം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പം നമുക്ക് പിന്നെ സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് വറുത്തരച്ചൊക്കെ വെക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എണീറ്റപ്പം ഇച്ചിരി ലേറ്റായി പോയ കാരണം ഇനിയിപ്പോൾ അങ്ങ് മുളക് പൊടിക്കകത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തീയൽ പോലെ സാധാരണ ഞാൻ കൊഞ്ചൊക്കെ കിട്ടിയാൽ വറുത്തരച്ചാണ് വെക്കുന്നത് കേട്ടോ. പിന്നെ ഇന്ന് സമയം കുറവ് കാരണം ഇന്ന് നമ്മൾ ചിക്കൻ കറി വെക്കുന്ന കണക്കങ്ങ് വെക്കാമെന്ന് വിചാരിച്ച്. അന്നേരം അതൊന്ന് വാടാൻ വേണ്ടി ഞാൻ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ്ട് ചിക്കൻ കറിക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ മസാല ഉണ്ടല്ലോ അത് നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനകത്തോട്ട് നേരത്തെ ഉപ്പിട്ടിട്ടില്ലായിരുന്നു, ഉപ്പിടാൻ ഞാൻ മറന്നു പോയായിരുന്നു കേട്ടോ. ഈ മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. 2 സ്പൂൺ മുളക് പൊടിയും ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയും ഞാൻ ഇടുന്നുണ്ടേ. ഇനി ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടേ. ഇത് കുഞ്ഞ് സ്പൂണാണ്, അതുകൊണ്ടാണ് അത് ഒരു സ്പൂണായിട്ട് കാണുന്നത്. അല്ലാതെ നമ്മൾ മറ്റേ സ്പൂണിൽ എടുക്കുമ്പോൾ 1/2 സ്പൂണായിട്ട്. പിന്നെ ഒരു ഗരം മസാല ഇട്ട് കേട്ടോ. അത് ഞാൻ വീട്ടിൽ വറുത്ത് പൊടിച്ച ഗരം മസാലയെ. ഇനി ഈ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇച്ചിരി ഗ്രേവി ആയിട്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ വെച്ച് വെള്ളം ഒഴിച്ചല്ലേ വേവിച്ചത്, അതിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി ഞാൻ ഇച്ചിരി നേരം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് മൊത്തത്തിൽ അടച്ചിട്ടില്ല, അല്ലാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് അതിൻ്റെ എന്തരൊക്കെ മാറിക്കഴിയുമ്പം നമുക്ക് നേരത്തെ വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലേ അതതിൽ തട്ടിയിട്ട് നന്നായിട്ട് ആ മസാലയായിട്ട് അതങ്ങ് യോജിപ്പിക്കണേ. എന്നിട്ട് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ട് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇത് ഇങ്ങനെയുള്ള കറിയൊക്കെല്ലാം നമ്മൾ ചൂടുവെള്ളം ഒഴിക്കണം. ഈ കൊഞ്ച് കറിക്ക് പിന്നെ നമ്മൾ ചിക്കൻ കറിക്ക് ഇതിനെല്ലാം നമ്മൾ പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാൾ നല്ലത് ചൂടുവെള്ളം ഒഴിക്കുന്നത് കേട്ടോ.
അപ്പോൾ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ തക്കാളി ഇട്ട് കേട്ടോ. സമയമില്ലാത്തതുകൊണ്ട് എല്ലാം അടുപ്പിന് അത് കറക്റ്റായിട്ട് എല്ലാം അങ്ങ് ഒന്നിച്ചൊന്നിച്ചങ്ങ് വെക്കുകയായി ഞാൻ കേട്ടോ. സമയം ഒത്തിരി പോയി അതിനകത്ത്. പിന്നെ ഞാൻ കൊഞ്ചേറിക്കാണെങ്കിൽ 2 സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഗരം മസാലയും ചിക്കൻ കറിക്ക് ഇട്ടാണൊക്കെ എല്ലാ സാധനവും ഇതിനും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അത് പച്ചമണം മാറുന്നത് വരുന്ന ഒന്ന് വഴറ്റി കൊടുക്കണേ. എന്നിട്ട് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കൊഞ്ച്. കുഞ്ഞു കൊഞ്ചാണ് കേട്ടോ. ഭയങ്കര പാടായിരുന്നു ഇത് പിച്ചി എടുക്കാൻ തന്നെ. ഒത്തിരി സമയമെടുത്തു ഞാനിതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി, തോട് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാനേ. അങ്ങനെ ആ കൊഞ്ചെല്ലാം അതിനകത്തോട്ട് ഞാൻ ഇന്നലെ നന്നാക്കി വെച്ചതാണ് ഈ കൊഞ്ചൊക്കെ. ഇനി ഇത് ഒന്ന് മസാലയെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് നന്നായിട്ട് കൊഞ്ചുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. വേണ്ട, ഞാൻ വീണ്ടും ചൂടുവെള്ളമാണ് ഇതിനകത്ത് ഒഴിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഒരു ഇച്ചിരി നേരം ഒന്ന് കൊഞ്ച് വേവാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണേ. ഇത് വെറും കുഞ്ഞ് കൊഞ്ചായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വേവും കേട്ടോ. പിന്നെ ഇനി ഒരു തോരനും വെക്കണം. കൊഞ്ചേറിക്ക് ഇച്ചിരി തേങ്ങാപ്പാലും ഒഴിക്കണം. അതിനാണ് ഞാൻ തേങ്ങ പൊട്ടിക്കുന്നത്. ഒരിത്തിരി ഇളവനായിട്ടുള്ള തേങ്ങയായിരുന്നേ. ഇവിടെ ഞങ്ങളുടെ തെങ്ങിൽ നടത്തിയതാണേ. ഒരിച്ചിരി കരിക്ക് പോലുള്ളതാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് കറികൾക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ തോരനോ ചമ്മന്തി അരയ്ക്കാനോ ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതിനകത്താണെങ്കിൽ കരിക്കിനകത്ത കണക്ക് 1 ഗ്ലാസ് വെള്ളം ഉണ്ടായിരുന്നു. ഇച്ചിരി അതാണ് ഞാൻ നോക്കുന്നത്. ഇളവൻ തേങ്ങ ആയത് കാരണമാണ് ഞാൻ എടുത്ത് വെച്ച് നോക്കുന്നത് കേട്ടോ. 1 ഗ്ലാസ് വെള്ളം ഉണ്ടായിരുന്നു. അത് ഞാനങ്ങ് കുടിച്ചു കേട്ടോ. ഇവിടെ പൊടി പിള്ളേരൊന്നും ഇല്ലല്ലേ തേങ്ങ പൊട്ടിക്കുന്ന കേൾക്കുമ്പോൾ ഓടി വരാനേ. അത് കാരണം ഞാനങ്ങ് കുടിക്കും. പിള്ളേരൊക്കെ ട്യൂഷന് പോയേക്കുക കേട്ടോ. ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കുടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. കളയത്തില്ല കേട്ടോ. ഇനിയിപ്പം നമുക്ക് തേങ്ങയൊക്കെ ചിരവി എടുക്കാം. എനിക്ക് ഫിറ്റ് ചെയ്യുന്ന ചിരവയില്ല കേട്ടോ. എനിക്ക് ഇരുന്ന് തിരിങ്ങുന്ന ചിരവേ ഉള്ളൂ. ഈ കബോർഡൊക്കെ വെച്ചേക്കുന്ന കാരണേ അത് ഫിറ്റ് ചെയ്യാൻ സ്പേസും ഇല്ല. ആ കുഞ്ഞൊരു അടുക്കളയാണ്. അതിനകത്ത് ഇതും കൂടെ ഫിറ്റ് ചെയ്ത് വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഈ ചിരവയാണ് മേടിച്ചത് കേട്ടോ. തേങ്ങയൊക്കെ നമുക്ക് ചിരവി എടുത്തിട്ടേ ഇനി നമുക്കൊരു തോരനൂടെ വെക്കണേ. ചീര ഞാൻ ഇന്നലെ നന്നാക്കി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നലെ ചന്ത ഉണ്ടായിരുന്നേ. അപ്പോൾ ചന്തയിൽ പോയപ്പോൾ ഞാനും ഈ തേങ്ങയൊക്കെ തേങ്ങയല്ല ചീര മേടിച്ചുകൊണ്ട് വന്നിരുന്നേ. ഇനി ഇത് കട്ടൻ ചായക്കുള്ള വെള്ളമാണേ വെക്കുന്നത്. ചേട്ടനുള്ള ഇച്ചിരി ഏലയ്ക്ക പൊടിച്ചിട്ടതാണേ ഇത്. ഞാൻ വേറെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചേട്ടൻ മാത്രമേ ചായ രാവിലെ കട്ടൻ ചായ കുടിക്കത്തുള്ളൂ. പിന്നെ മൂത്തവളൊരു പാൽ ചായയും കുടിക്കും. അപ്പം ഇപ്പം ട്യൂഷന് പോയത് കാരണം അവൾ വന്നിട്ട് കൊടുക്കാമെന്ന് കാപ്പി കുടിക്കുമ്പോൾ ഇട്ട് കൊടുക്കും. ഇനിയിപ്പം ചേട്ടന് കട്ടൻ ചായ കൊടുത്തിട്ട് വേണം അവളെ വിളിക്കാനൊക്കെ പോകാൻ. അവൾക്ക് 6:30-ക്കായിരുന്നേ ട്യൂഷൻ. ഇനി നമ്മൾ തേങ്ങ ചിരവിയതിനകത്ത് ഇച്ചിരി കൊഞ്ചേറിക്ക് വേണ്ടുന്ന തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി ഇച്ചിരി തേങ്ങ പിഴിഞ്ഞെടുക്കുക കേട്ടോ. ആ തേങ്ങ നമുക്ക് പിഴിഞ്ഞെടുക്കുന്ന തേങ്ങയെ കളയണ്ട. അത് നമുക്ക് തോരൻ അരയ്ക്കാം. ഞാനങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. പിഴിഞ്ഞെടുക്കുന്ന നമ്മൾ കൈവച്ചല്ലേ പിഴിയുന്നത്, മിക്സിയിലൊന്നും ഇട്ട് അടിച്ചല്ലല്ലേ പിഴിയുന്നത്. അപ്പോൾ അതിനകത്ത് പിന്നെയും തേങ്ങാപ്പാലൊക്കെ കാണും. നമുക്ക് അത്രയ്ക്ക് വലിയ ആരോഗ്യമൊന്നും ഇല്ലല്ലോ. നമ്മൾ കൈ വെച്ച് ഇച്ചിരി ഞെരടി പിഴിഞ്ഞെടുക്കുകയല്ലേ ചെയ്യുന്നത്. അതിൻ്റെ നല്ല പാല് മാത്രമേ വരുത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് അത്രയ്ക്കങ്ങ് മോശമായ തേങ്ങാപ്പീര ആയിരിക്കത്തില്ല കേട്ടോ. അത് ഞാനങ്ങ് തോരൻ അരയ്ക്കും. ഇനിയിപ്പം നമുക്ക് കൊഞ്ചേറിക്കകത്തോട്ട് ഈ തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കാം. അതിനു മുമ്പേ ഇച്ചിരി പുളി ഒഴിക്കണേ. നമ്മൾ നേരത്തെ തക്കാളി മാത്രമല്ല ഇട്ടുള്ളൂ, ഒരിത്തിരി പുളിയും കൂടി ഒഴിക്കണം. എന്നാലേ ഒരു ടേസ്റ്റ് കാണത്തുള്ളൂ കേട്ടോ. ഇത് ഞാനാണെങ്കിൽ കുറച്ച് പുളി എപ്പോഴും വെള്ളത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചേക്കും കേട്ടോ. അപ്പോഴും നമുക്ക് എപ്പോഴും അന്നേരം എടുത്ത് വെള്ളത്തിട്ടിട്ട് ഞെവിടി പിഴിയണ്ടല്ലേ. ഞാൻ ഇച്ചിരി വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചേക്കും. എന്നിട്ട് അത് ബാക്കി അത് തീരുന്നിടം വരെ ഉപയോഗിക്കും കേട്ടോ. പിഴിഞ്ഞെടുക്കും. ഇനി ഒരു ഇച്ചിരി നേരം കൂടി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെ
ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് അത് ഇത്തിരി കറിവേപ്പിലയാണ് ഞാൻ ഇട്ടത്. ഇനി ഉപ്പൊക്കെ നോക്കാം നമുക്ക്. ഇപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. ഇനി നമുക്ക് അത് ഇച്ചിരി നേരം കൂടെ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ചീരത്തോരൻ വെക്കാം. ഞാനാണെങ്കിൽ ചീരത്തോരനകത്തോട്ടെ പച്ച ചീരയാണെങ്കിൽ ഞാൻ ചീരത്തോരൻ്റെ കൂടെ ഇച്ചിരി പയറും കൂടി ഇടും കേട്ടോ, വൻപയർ. പക്ഷേ ഇന്നലെ അതെടുത്ത് വെള്ളത്തിൽ ഇടാൻ മറന്നുപോയി. വേവ് കുറഞ്ഞ പയറാണ്, എന്നാലും ഞാൻ തലേന്ന് വെള്ളത്തിൽ ഇട്ടാൽ അതിൻ്റെ കൂടെ അങ്ങ് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളായിരുന്നു. പക്ഷേ മറന്നുപോയി വെള്ളത്തിൽ ഇടാൻ കേട്ടോ. അപ്പോൾ ഇതിന്ന് നമുക്ക് ഉപ്പൊക്കെ ഇട്ടൊന്ന് അടച്ച് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ പയറും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഈ പച്ച ചീര നമ്മൾ അരപ്പ് മാത്രം ഇട്ടെടുക്കുമ്പോഴേ ഇവിടെ മക്കൾക്ക് വലിയ പാടാണ് കഴിക്കാൻ കേട്ടോ. പക്ഷെ ചുമന്ന ചീരയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അരപ്പ് മാത്രം ചേർത്തിട്ടും കഴിക്കും. പക്ഷെ പച്ച ചീരയാകുമ്പം അതിനൊരു പ്രത്യേക ഒരു ചൊവയുണ്ടല്ലേ, അത് കാരണം പാടാണ്. അത് കാരണം ഞാൻ ഇച്ചിരി പയറും കൂടി ഇട്ട് വെക്കുമ്പോൾ അങ്ങ് കഴിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടേ. അത് നമുക്ക് വേറൊരു പാത്രത്തിനകത്തിട്ട് എടുത്തിട്ട് നമുക്ക് കുക്കർ ഇനിയിപ്പോൾ പയർ വേവിക്കണ്ടേ, അത് കാരണം ഞാനത് ഒഴിഞ്ഞെടുത്തതാണേ. ഇത് ഒരുപാട് വേവൊന്നുമില്ല ഈ പയറിനെ, പക്ഷേ തലേന്ന് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു വിസിൽ വെച്ച് നമുക്ക് ഇറക്കാം. ഇതിപ്പം 3 വിസിൽ കേൾക്കേണ്ടി വരും കേട്ടോ. ഇനിയിപ്പം ഞാനത് ചീരത്തോരഞ്ഞ് ചെറിയ വർണ്ണറിനകത്തോട്ടാക്കി ഈ പയറും കൂടെ അങ്ങ് വേവിക്കാൻ വെച്ചേ. ആ ചീര ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് പയറും വെന്ത് കിട്ടേ. ഇനി നമുക്കാണെങ്കിൽ ചീരത്തോരന് വേണ്ടുന്ന ഒന്ന് അരപ്പൊന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. അതിനകത്തൊരു ഇളവിയ തേങ്ങ കിടന്നതേ, അത് ഞാൻ എടുത്ത് കഴിച്ചതാണ് കേട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ? തേങ്ങയൊക്കെ ഇളവി വീഴുമ്പം ഞാനങ്ങനെ കേട്ടോ. നമുക്ക് ഈ അരപ്പൊന്ന് ഒതുക്കിയെടുക്കാം. അതിനകത്തോട്ട് ഞാൻ ഇച്ചിരി അധികം വെളുത്തുള്ളി ചേർക്കാം കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ചീരയ്ക്കും ഇച്ചിരി ഗ്യാസുണ്ട്, പിന്നെ പയറും നമ്മൾ ചേർക്കുന്നില്ലേ, അത് കാരണം അതൊന്ന് ചതച്ചിടുകയാണേ. അങ്ങനെ തന്നെ ഇടുമ്പോഴേ അത് ചിലപ്പോൾ ഒന്ന് ചതയാതെ കിടക്കും. അപ്പോൾ അത് കഴിക്കുമ്പോൾ എടുത്ത് അതൊരു അസ്വസ്ഥതയല്ലേ വെളുത്തുള്ളി ചവയ്ക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ ആ ഇടികല്ലിൻ്റെ കുഴവി വെച്ചൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയാണ് ഞാൻ ചേർത്തത്. ഇനിയൊന്ന് കാണിക്കുന്നത് എന്താണെന്നറിയാമോ, ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിൽ പോയപ്പോഴേ അവിടെ നിന്നൊരു വാത്സ്യത്തിൻ്റെ കമ്പൊടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അത് നട്ടില്ല, ഇന്നലെയാണേ പോയത്. ഇനിയിപ്പോൾ ഇന്ന് ജോലിയൊക്കെ ഒതുക്കിയിട്ട് വേണം അതൊന്ന് നടാൻ. രണ്ട് വട്ടം ഒന്ന് ക്രഷ് ചെയ്ത് അതെടുത്തിട്ടുണ്ടേ. അപ്പോഴത്തേക്ക് അരി വെന്തിട്ടുണ്ടേ. നിങ്ങൾക്ക് പാടുണ്ടോ ഈ അരി ഊറ്റാൻ? ഞാൻ ആദ്യം തന്നെ അരിയുടെ വെള്ളം ഇങ്ങനെ ഊറ്റി ഇങ്ങനെ മാറ്റി വെക്കും കേട്ടോ. എനിക്ക് നമുക്ക് മാത്രം ചോറ് വെക്കുമ്പോഴൊന്നും വലിയ പാടായിട്ട് തോന്നത്തില്ല കേട്ടോ. വെള്ളം ഊറ്റി മാറ്റിയിട്ട് ഞാൻ അടപ്പ് വെച്ചിട്ട് അടച്ചിടത്തോളൂ കേട്ടോ. തോനെ അരിയൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി ഈ അരി അടച്ചിടുന്നത്. പിന്നെ ഇനി അടുപ്പ് ഒഴിഞ്ഞതിന് അതിനകത്തോട്ട് നമുക്ക് കുടിക്കാനുള്ള വെള്ളവും കൂടെ അങ്ങ് വെക്കാം. അപ്പോൾ നമ്മളുടെ പിന്നെ പരിപാലനം എല്ലാം തീരുമ്പോഴത്തേക്ക് ഈ വെള്ളവും തിളച്ച് കിടക്കും. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ പറ്റും കേട്ടോ. ആ തോരൻ്റെ അരപ്പൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി കുക്കർ ഞാൻ വിസിലെല്ലാം കേട്ട് അണച്ച് വെച്ചേക്കുകയാണേ. ഈ അരപ്പിനകത്ത് ഇത്തിരി വെള്ളവും കൂടെ കഴുകി ഒഴിച്ചിട്ടുണ്ടേ. ഇനി അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് കുക്കറിൻ്റെ വിസിലൊക്കെ പോകും. അപ്പോൾ നമുക്ക് അതിനകത്ത് പയറും കൂടെ ചേർക്കാം. ഇനി ഒരിത്തിരി ചമ്മന്തി അരയ്ക്കണേ. ഇതാ എൻ്റെ മോള് ട്യൂഷൻ കഴിഞ്ഞ് വന്നതാണ്, ഇളയവള് അമ്മാളു. അപ്പോൾ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ആ ചേട്ടി ഓടി അങ്ങ് പോയി കേട്ടോ. 2 പേർക്കും പിന്നെ ചേട്ടനും വീഡിയോയുടെ മുമ്പിൽ വരാൻ ഭയങ്കര ചമ്മലാട്ടാ. അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോഴേ ചേട്ടനും കൊണ്ടുപോകാൻ ഇച്ചിരി ചമ്മന്തിയും കൂടെ വേണേ. അങ്ങനെ ഞാൻ ഇച്ചിരി ചമ്മന്തിയും കൂടെ അരയ്ക്കുകയാണേ. ഞാൻ 2 പച്ചമുളകും 2 ഉള്ളിയും പിന്നെ ഉപ്പ് എടുത്തുകൊണ്ട് വന്നത് ആ പാത്രത്തിനകത്തോട്ട് അങ്ങ് തട്ടി വീണു. അതാണ് അതിൽ നിന്ന് കോരി ഇടുന്നത് കേട്ടോ. ഉപ്പും ഇട്ട് ഇച്ചിരി മുളക് പൊടി, ഇഞ്ചിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി എനിക്ക് ഇഞ്ചി ചിരണ്ടാനും ഒന്ന് നേരത്തെ അത് എടുത്തതെല്ലാം വൃത്തിയാക്കിയതെല്ലാം ഞാൻ ചിക്കൻ കറിക്കും ചേർത്തു. അപ്പോൾ പിന്നെ ഇനി ഇതിനകത്തോട്ട് ചേർക്കണമെങ്കിൽ വീണ്ടും ഇനി വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ ഇതാ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കുകയാണേ. ഒന്ന് കറക്കിയതേ ഉള്ളൂ, എന്നിട്ട് ഉപ്പ് നോക്കിയതാണ് ഞാൻ കേട്ടോ. ഉപ്പില്ലെങ്കിൽ ഇനി ഒന്നുകൂടി ഇച്ചിരി ചേർത്തൊക്കെ അരയ്ക്കാൻ ഒന്ന് അങ്ങോട്ട് കറക്കി എടുത്താൽ മതി കേട്ടോ. ഒത്തിരി അരയണ്ട, ചമ്മന്തിയല്ലേ.
കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പയർ നന്നായിട്ട് വെന്ത് കാണും. എന്ന് വെച്ചാൽ ഒരു വിസിൽ നമ്മൾ കുക്കർ അല്ലാതെ വെക്കുമ്പോൾ നമുക്ക് അധികം വേവില്ലാത്ത പയറായിരുന്നു കേട്ടോ. വൻപയറാണെങ്കിലും വേണ്ട, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതങ്ങ് തോരനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക രുചിയായി വൻപയർ നമ്മളുടെ ഈ ചീരത്തോരനകത്ത് കിടക്കുമ്പോഴേ ഞാൻ ചക്കക്കുരു ഇട്ടും വെക്കും ചീരത്തോരൻ കേട്ടോ. ചക്കക്കുരു ഉള്ളപ്പം ചക്കക്കുരു ഇട്ടും വെക്കും കേട്ടോ. ഇപ്പം വേറെ ഒന്നും ഇല്ലെങ്കിൽ പയറിട്ട് വെക്കും. അങ്ങനെയാണ്. ഇനി ചമ്മന്തി ആ ജാറിൽ നിന്നൊക്കെ എടുത്ത് ഞാൻ അന്നേരമുള്ള പാത്രങ്ങൾ അന്നേരം കഴുകി മാറ്റും കേട്ടോ. അപ്പോൾ അതങ്ങ് ഒഴിഞ്ഞു മാറി ഇതങ്ങ് കഴുകി വെച്ചാലേ അതിനാണ് ഞാൻ ചമ്മന്തി വേറെ പാത്രത്തിനകത്തോട്ടാക്കുന്നത്. ഇപ്പം അതിൻ്റെ കൂടെ പാത്രം കഴുകുന്നതും കൂടെ കാണിക്കാൻ ഞാൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ തിരിക്കാൻ ഉള്ള മടി കാരണമാണ് ഞാൻ പാത്രം കഴുകുന്നതിന് എടുക്കാനിത്. അത് ആ തോരനൊക്കെ റെഡി ആയിട്ടുണ്ടേ. അതൊന്നുകൂടെ ഒന്ന് വെള്ളം തോരാൻ വേണ്ടിയാണ് വെച്ചേക്കുന്നത്. അപ്പോഴത്തേക്കും മോള് വന്നിട്ടുണ്ട്. അവർക്ക് ഞാൻ ദോശയൊക്കെ ചുട്ടു കേട്ടോ. പിന്നെ ചുട്ട് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇച്ചിരി ഇത് ധൃതി വന്നു കേട്ടോ. അവർക്കുള്ള ചായയാണ്, മൂത്തവർക്കുള്ള ചായയാണ് ഞാൻ ഇടുന്നത്. അവൾ കാപ്പി കുടിക്കാതിരുന്നു കേട്ടോ. അപ്പോഴും പെട്ടെന്ന് ഞാൻ ചായ ഇടുവാണേ. രാവിലെ എന്നും എണീക്കുമ്പം ചായ ഇട്ട് കുടിച്ചിട്ടാണ് പോകുന്നത്. ഇന്ന് ഞാൻ എണീക്കാൻ താമസിച്ച കാരണം പിന്നെ വീഡിയോ എടുക്കാമെന്ന് കാരണം പിന്നെ അവൾ പറഞ്ഞെങ്കിൽ വന്നിട്ട് ഇട്ട് തന്നാൽ മതി. അത് കാരണമാണ് ചായ ഇടാൻ താമസിച്ചത്. ഇനിയിപ്പോൾ നാളുടെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. അവർക്ക് ദോശയും ചുട്ട് കൊടുത്തു കേട്ടോ. അതാ ദോശക്കല്ല് അടുപ്പിയിരിക്കുന്നതേ, അതെടുക്കാൻ അപ്പോഴത്തേക്ക് പെട്ടെന്ന് മോൾക്ക് സ്കൂളിൽ പോകണ്ടേ. അത് കാരണം പെട്ടെന്ന് എടുത്ത കാരണം വിട്ടുപോയി. അത് ഓണാക്കി വെക്കാനേ വിട്ടുപോയി, ദോശ ഇടുന്നത് എടുക്കാനേ. എൻ്റെ അമ്മാൾ സ്കൂളിൽ പോവുകയാണ്, അവരുടെ അച്ഛൻ കൊണ്ടാക്കാൻ പോവുകയാണ്. അവരുടെ അച്ഛൻ്റെ കൂടാണ് അച്ഛനാണ് എന്നും രാവിലെ അവളെ സ്കൂളിൽ കൊണ്ടാക്കുന്നത്. പിന്നെ വൈകിട്ട് ഞാൻ വിളിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനിയാണെങ്കിൽ ചേട്ടനുള്ള ദോശ ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടനുള്ള ദോശയാണ് ചുടുന്നത് കേട്ടോ. ചേട്ടൻ മോളെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് ഇനി കാപ്പി കുടിച്ചിട്ട് ഒരുങ്ങി ജോലിക്ക് പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ചേട്ടനുള്ള ദോശ ഞാനങ്ങ് ചുട്ട് മാറ്റണേ. ഇനി ചേട്ടൻ കാപ്പി കുടിക്കുകയാണ്. ആ സമയത്ത് ചേട്ടൻ്റെ ഷർട്ടൊക്കെ ഞാൻ തേക്കുക. സമയം ഒരുപാടായത് കാരണം പിന്നെ ഞാൻ ദോശ ഇടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. ഒരെണ്ണം ചുട്ടത് എടുത്തിട്ട് പിന്നെ ഓടി വന്ന് ഞാൻ പിന്നെ തുണി തേക്കാൻ നിന്ന് കേട്ടോ. അവിടെ ചേട്ടനും ജോലിക്ക് ഇറങ്ങിയിട്ടുണ്ടേ. ചേട്ടൻ്റെ ഫുഡാണ് കിറ്റിനകത്തുള്ളത്. ചേട്ടൻ കിറ്റിനകത്താണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും ജോലിക്ക് പോയി. എൻ്റെ ജോലികളൊക്കെ ഒരുവിധം തീർന്നു കേട്ടോ. ഇനി കുറച്ച് അല്ലറ ചില്ലറ ജോലികളൊക്കെ ഉള്ളു കേട്ടോ. ഞാനെന്നെങ്കിൽ ജോലി പാചകം ചെയ്യുന്നതിനോടൊപ്പം തന്നെ പാത്രവും കഴുകി അവിടെ എല്ലാം അങ്ങ് തുടയ്ക്കുകയും ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് പിന്നെയും നമുക്ക് പാത്രം കഴുകാനൊന്നും ഒരുപാട് കാണത്തില്ല. ഇനിയിപ്പം എനിക്കിത് അവസാനത്തെ പാചകമാണ് പാല് കാച്ചൽ. ഇത് ഞാൻ അവസാനമേ ചെയ്യത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വേറെ ജോലിയിലോട്ടൊക്കെ പോകുമ്പോഴേ പാല് തിളച്ചൂവി പോവും. പിന്നെ എനിക്ക് ഭയങ്കര ഇരട്ടിപ്പണി മിക്കവാറും എനിക്ക് സംഭവിക്കുന്നത്. വേറെ പണി വല്ലതും ചെയ്യാൻ നിന്നാൽ പാല് തിളച്ചൂവി ഗ്യാസിൻ്റെ മുകളിലെല്ലാം വീണ് അപ്പം ഫുള്ളായിട്ട് അവിടെ എല്ലാം വൃത്തിയിടാം. അതുകൊണ്ട് ഞാൻ ഏറ്റവും അവസാനമേ പാല് കാച്ചത്തുള്ളൂ. പാല് കാച്ചി പാത്രത്തിൽ ഒഴിച്ച് വെക്കും. എന്നിട്ട് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കാം തണുക്കുമ്പം. പാല് പാത്രം അങ്ങ് കഴുകി വെക്കുകയാണ് കയ്യോടെ. പാലെടുപ്പത്തിരിപ്പുണ്ട്, അതിൻ്റെ കൂടെ പാല് പാത്രം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കഴുകാനില്ല. ഇനി ആ ഇച്ചിരി പാല് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ടായിരുന്നേ, അത് ഞാൻ എടുത്ത് ഒഴിക്കുകയാണേ, മാറ്റി ഒഴിക്കുകയാണേ. ഞാൻ വീട്ടിൽ തന്നെയാണ് കുറേശ്ശെ പാല് ചിലപ്പം ഇത്തിരി പാലേ കാണത്തുള്ളൂ. അത് എന്നും ഇച്ചിരി മാറ്റി ഒഴിക്കുമ്പം നമുക്ക് കാച്ചാനുള്ള നമുക്ക് തന്നെ മോര് നമുക്ക് തന്നെ കിട്ടും. തൈര് നല്ല കട്ടിയായിട്ടുള്ള തൈരായി കിട്ടുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് പാലൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ അടുക്കള പണിയിലുള്ള അവസാനത്തെ ഐറ്റം. ഇതുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ അടുക്കളപ്പണി എല്ലാം ഒതുങ്ങും. ഞാൻ ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇട്ടേക്കുകയാണ് കേട്ടോ.
ഇനി ഈ ചായപാത്രവും കൂടെ ഉള്ളു കഴുകാൻ കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ്ട് അവിടെയൊക്കെ ഒന്ന് ഇത്തിരിയൊക്കെ പാലൊക്കെ ഒഴിച്ചപ്പം തെറിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കയ്യോടെ തുടച്ചെടുക്കുകയാണേ. ഇന്ന് ഞാനാണെങ്കിലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം എല്ലാം കൂടെ ആകുമ്പോഴേ വീഡിയോ അങ്ങ് വലിയ വീഡിയോ ആയിപ്പോവും കേട്ടോ. അത് കാരണം ഞാൻ അതൊന്നും എടുത്തില്ല. ഇനിയിപ്പോൾ ഇന്ന് തട്ടിത്തൂത്ത് ഇന്ന് തുടപ്പൊന്നുമില്ല കേട്ടോ. ഇന്നലെയല്ല മെനഞ്ഞാന്ന് തുടച്ചായിരുന്നു. 2-3 ദിവസം ആകുമ്പോഴേ ഞാൻ തുടയ്ക്കത്തുള്ളേ. ഇനി നാളെ തുടയ്ക്കത്തുള്ളൂ. പിന്നെ രാവിലെ തന്നെ മുറ്റവും അങ്ങ് തൂത്തിടും കേട്ടോ. ഇത് ഫുള്ള് ഞങ്ങളുടെ മുറ്റം മൊത്തം കോൺക്രീറ്റ് ചെയ്തേക്കുക കേട്ടോ. അത് കാരണം വലിയ മണ്ണും അഴുക്കൊന്നും വലുതായിട്ട് കാണത്തില്ല. പിന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കും. ഇതും കൂടെ ആകുമ്പോൾ എൻ്റെ പണിയെല്ലാം തീരും കേട്ടോ. അടുത്ത വീഡിയോ